നമസ്കാരം. പുണ്യങ്ങളുടെ പൂക്കാലമായ വൈശാഖത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വരാനിരിക്കുന്ന ഏപ്രിൽ 20 തിങ്കളാഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു ദിവസമെന്ന് വിശേഷിപ്പിച്ചാൽ അതൊട്ടും അധികമാവില്ല കേട്ടോ. ഇത്തവണത്തെ അക്ഷയ തൃതീയയെക്കുറിച്ച് പലർക്കും വലിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കലണ്ടറിൽ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് അക്ഷയ തൃതീയ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസും കണ്ടു. ഏപ്രിൽ 19 തീയതിയാണ് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? തൃതീയ തിഥിയും രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന ആ അത്യപൂർവ മുഹൂർത്തം വരുന്നത് ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ്. ഇത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 1:30 തൃതീയ തിഥി ആരംഭിക്കുമെങ്കിലും സൂര്യോദയ സമയത്ത് തൃതീയ തിഥി ഉള്ളതും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമായ രോഹിണി ആരംഭിക്കുന്നതും ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച രാവിലെ 11 മണി വരെ തൃതീയ തിഥി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ പുണ്യകർമ്മങ്ങൾക്കും പൂജകൾക്കും ഏറ്റവും ഉത്തമം ഏപ്രിൽ 20 തന്നെയാണ് കേട്ടോ. സാധാരണ വർഷങ്ങളിൽ ലഭിക്കാത്ത ഈ അത്യപൂർവ മുഹൂർത്തം, അതായത് അക്ഷയ തൃതീയയും രോഹിണിയും വൈശാഖ പുണ്യകാലവും ഒന്നിച്ചു വരുന്നത് ഒരു ജന്മപുണ്യം തന്നെയാണെന്ന് പറയാം. അതുപോലെ വൈഷ്ണവ ഭക്തർക്ക് വൈശാഖ രോഹിണി എന്നാൽ അത് വെറും ഒരു ദിവസമല്ല, അത് സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ ജന്മദിനം പോലെ വിശേഷപ്പെട്ട ഒന്നാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട്, നമുക്ക് ഈ വൈശാഖ മാസത്തിൽ ഗുരുവായൂരിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഗുരുവായൂരപ്പന്റെ ഭക്തജനങ്ങളെല്ലാം തന്നെ വളരെയധികം ആകാംക്ഷയോടും അത്യധികം പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്ന ഒരു മാസമാണ് ഈ വൈഷ്ണവ പുണ്യമാസമായ വൈശാഖ മാസം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ സാധിച്ചാൽ അത്രയും ജന്മപുണ്യം വേറെ ഒന്നില്ല എന്ന് തന്നെ പറയാം. എങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു മാസക്കാലം അത്രടം വരെ അങ്ങ് എത്തിപ്പറ്റണമെന്നില്ലല്ലോ അല്ലേ. ഭഗവാനും കൂടെ വിചാരിക്കണം നമ്മൾ ആ ഒരു തിരുനടയിൽ ചെന്ന് എത്തണമെങ്കിൽ. അതുകൊണ്ട് നമ്മൾക്ക് എത്താൻ പറ്റാത്തവർക്കും ഭഗവാന്റെ അനുഗ്രഹമില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ടേ കേട്ടോ. ഭക്തപ്രിയനായ ഭഗവാന്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പിക്കാം, നമ്മൾ അവിടേക്ക് ചെന്നില്ലെങ്കിലും ഹൃദയശുദ്ധിയോടെ നമ്മൾ വിളിച്ചാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ തൊട്ടരികിലേക്ക് വരിക തന്നെ ചെയ്യും. ഈ അക്ഷയ തൃതീയ നാളിൽ രോഹിണി നക്ഷത്രം കൂടി ഒത്തുചേരുന്ന ഈ മുഹൂർത്തത്തിൽ നിങ്ങളുടെ വീട് ആ ചൈതന്യത്തിൽ നിറയണമെങ്കിൽ ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. അതെന്താണ്? കൂടാതെ അക്ഷയ തൃതീയയുടെ പുണ്യവും ആവോളം ലഭിക്കാൻ രോഹിണി നക്ഷത്ര ദിവസമായ നാളെ, അതായത് ഏപ്രിൽ 20 തിങ്കളാഴ്ച ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം പൂർണ്ണമായിട്ടും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ആദ്യം തന്നെ പലർക്കുമുള്ള ആ സംശയം ഒന്നുകൂടി വ്യക്തമാക്കാം. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സൂര്യോദയ സമയത്തുള്ള തിഥിക്കാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഏപ്രിൽ 20 തിങ്കളാഴ്ചയാണ് നാം അക്ഷയ തൃതീയയും രോഹിണി വ്രതവും ആചരിക്കേണ്ടത് എന്ന് പറയുന്നത്. ഭാഗ്യമെന്ന് പറയട്ടെ, തിങ്കളാഴ്ച നമുക്കറിയാം മഹാദേവനും പ്രിയപ്പെട്ട ദിവസമാണ്. വിഷ്ണു ഭക്തിയും ശിവഭക്തിയും ഒത്തുചേർന്ന ഈ മഹാമുഹൂർത്തം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്കൊന്ന് നോക്കി വരാം. എന്തുകൊണ്ടാണ് അക്ഷയ തൃതീയ ഇത്ര പവിത്രമാകുന്നത്? അക്ഷയ പാത്രത്തിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർക്കായിട്ടൊന്ന് പറയട്ടെ. വനവാസകാലത്ത് ദ്രൗപദിക്ക് സൂര്യഭഗവാൻ അക്ഷയപാത്രം നൽകിയത് ഒരു അക്ഷയ തൃതീയ നാളിലാണത്രേ. എത്ര പേർക്ക് ആഹാരം നൽകിയാലും തീരാത്ത ആ പാത്രം പോലെ ഈ ദിവസം നാം ചെയ്യുന്ന ഏത് ചെറിയ പുണ്യവും കോടി മടങ്ങ് ഫലമായിട്ട് നമ്മൾക്ക് തിരികെ ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. തപസ് ചെയ്ത ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും ഇതേ പുണ്യദിനത്തിലാണ്. അതുകൊണ്ടാണ് ഈ ദിവസം സ്നാനത്തിനും ജലദാനത്തിനും ഇത്രയേറെ പ്രാധാന്യമുള്ളത്. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പന്റെ ഭക്തർക്ക് വൈശാഖ രോഹിണി എന്നാൽ അത് വെറും ഒരു ദിവസമല്ല, അത് സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ ജന്മദിനം പോലെ വിശേഷപ്പെട്ട ഒന്നാണെന്ന്. നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ സാക്ഷാൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം നിറയണമെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യം ഈ ഏപ്രിൽ 20 തിങ്കളാഴ്ച അതിരാവിലെ ഒന്ന് ചെയ്യുക കേട്ടോ. പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ്. അതായത് ഒരു 5 മണിക്കൊക്കെ മുൻപായിട്ട് കുളിച്ച് ശുദ്ധിയോടെ ഒരു ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നിലവിളക്ക് തെളിയിക്കുക. ഭഗവാന്റെ ആ ഒരു ചിത്രം ഉണ്ടാവുമല്ലോ, ഗുരുവായൂരപ്പന്റെ ചിത്രം എല്ലാവരുടെയും ഒക്കെ വീട്ടിലുണ്ടാവും. ഭഗവാന്റെ ആ ചിത്രത്തിൽ ചന്ദനവും തുളസിയും കൊണ്ട് അലങ്കരിക്കുക കേട്ടോ. ഇനി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന പുഷ്പങ്ങൾ എന്ത് തന്നെ ആയാലും അതൊക്കെ തന്നെ ഭഗവാന്റെ ആ പാതാര വിന്ദങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ ഭഗവാന്റെ മുൻപിൽ ചെറിയൊരു ശിരാതിൽ ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കുക കേട്ടോ.
എന്നിട്ട് കണ്ണുകൾ അടച്ച് വ്രതശുദ്ധിയോടെ ഇങ്ങനെ സങ്കല്പിക്കുക, ഭഗവാനെ, ഈ വീട്ടിലെ ദാരിദ്ര്യവും ദുഃഖവും സകല ദുരിതങ്ങളും തടസ്സങ്ങളും രോഗങ്ങളും, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, ഇതെല്ലാം മനസ്സ് നിറഞ്ഞ് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മളുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു സമയത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾക്ക് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 108 തവണ ചൊല്ലുക കേട്ടോ. കൂടാതെ ഐശ്വര്യത്തിനായി മഹാലക്ഷ്മി അഷ്ടകവും നമ്മൾക്ക് അന്നേ ദിവസം ജപിക്കാവുന്നതാണ്. ഈ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ അത്രയും അനുഗ്രഹമാണ്. ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ തൃക്കൈ വെണ്ണ വഴിപാട് കഴിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. അക്ഷയ തൃതീയയിൽ നാം ചെയ്യുന്ന ഈ ലളിതമായ സമർപ്പണം വഴി ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ ചൈതന്യം നമ്മുടെ കുടുംബത്തിലും അക്ഷയമായി നിലനിൽക്കും എന്ന് വിശ്വസിക്കാം. കുചേലനെ സ്മരിച്ച് അല്പം അവലോ പായസമോ ഭഗവാന് നിവേദ്യമായിട്ട് അന്നേ ദിവസം സമർപ്പിക്കാവുന്നതാണ്. സമയം ലഭിക്കുമെങ്കിൽ ഭാഗവതത്തിലെ കുചേല വൃത്തം അല്ലെങ്കിൽ നാരായണീയം പാരായണം ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യദായകമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ ഇതിലും മികച്ച ഒരു വഴിയില്ല എന്ന് തന്നെ പറയാം. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ നമ്മൾക്ക് ജപിക്കാവുന്നതാണ്. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്വർണം വാങ്ങാൻ നെട്ടോട്ടം ഓടുന്നവരുടെ ഒരു കാഴ്ചയാണല്ലേ. സ്വർണം വാങ്ങുന്നതൊക്കെ നല്ലതാണ്, എന്നാൽ വാങ്ങാൻ സാധിക്കാത്തവർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ. സ്വർണത്തെക്കാൾ വലിയ ചില പുണ്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്നാമത്തേതാണ് ദാനം. വൈശാഖ മാസമായതിനാൽ ദാഹിക്കുന്നവർക്ക് ജലം നൽകുന്നതോ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതോ സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി പുണ്യം നമ്മൾക്ക് ജീവിതത്തോട് ചേർത്ത് തരുന്നതാണ്. സ്വർണത്തിന് പകരം അന്നേ ദിവസം വീട്ടിലേക്ക് ഒരു പാക്കറ്റ് കല്ലുപ്പ് നമുക്ക് വാങ്ങാം. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അല്പം മഞ്ഞൾ അല്ലെങ്കിൽ പുതിയൊരു മൺപാത്രം വാങ്ങുന്നതും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ട് നിറയ്ക്കും. ഈ ദിവസം പിതൃക്കളെ സ്മരിച്ച് ദാനം നൽകുന്നത് പിതൃദോഷങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും. അങ്ങനെ പിതൃക്കളുടെ ഒക്കെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവോളം ചേർന്ന് നിൽക്കുന്നതായിട്ടുണ്ടാവും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ദിവസം ഇരട്ടി ഭാഗ്യമാണ് കേട്ടോ. അവർക്ക് ഈ ദിവസം വഴിപാടുകൾ കഴിക്കുന്നത് ജന്മനക്ഷത്ര ദോഷങ്ങളെ നീക്കാൻ സഹായിക്കും. മറ്റ് നക്ഷത്രക്കാർക്കും ഈ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നമ്മൾ പറഞ്ഞു ഏപ്രിൽ 20 തിങ്കളാഴ്ച രോഹിണി നക്ഷത്രവും തൃതീയ തിഥിയും ചേർന്ന് വരുന്ന പുണ്യ മുഹൂർത്തത്തിലാണ് അക്ഷയ തൃതീയ പൂജകൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ തിങ്കളാഴ്ച അക്ഷയ തൃതീയ പൂജകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. രാവിലെ 11 മണിയോടുകൂടി തൃതീയ തിഥി അവസാനിക്കും. എങ്കിലും 10:30 തൃതീയ പൂജകൾ പൂർത്തീകരിക്കണം. അതായത് ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 10:30 തൃതീയ പൂജകൾ, അക്ഷയ തൃതീയവുമായിട്ട് ബന്ധപ്പെട്ട പൂജകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം. കാരണം 10:45 യമകണ്ഠകാലം ആരംഭിക്കുകയാണ്. പക്ഷെ വൈശാഖ രോഹിണി പുണ്യത്തിനായിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പന്റെയും ഒക്കെ നാമങ്ങളും പൂജകളും കീർത്തനങ്ങളും എന്തു തന്നെ ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അന്നേ ദിവസം ചെയ്യാവുന്നതാണ്. അന്നേ ദിവസം പകലും സന്ധ്യയ്ക്കും ഒക്കെ ആയിട്ട് വൈശാഖ രോഹിണി പുണ്യത്തിനായിട്ടുള്ള കർമ്മങ്ങളും പൂജകളും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി വൈശാഖ വ്രതം എടുക്കുന്നവർ ഈ ദിവസം പൂർണ്ണമായും സസ്യാഹാരം ശീലിക്കുക കേട്ടോ. ഉള്ളി, വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കി മനസ്സിനെ ശുദ്ധമാക്കി വെക്കുക. ഭഗവത് നാമങ്ങൾ കൊണ്ട് മനസ്സും നാവും എല്ലാം നിറയട്ടെ. ഈ ശുദ്ധിയിലൂടെ മാത്രമേ ഭഗവാന്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. അക്ഷയ തൃതീയയും രോഹിണിയും ഒന്നിച്ചു വരുന്ന ഈ അപൂർവ തിങ്കളാഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ പുതിയ കിരണങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടെ ഭഗവാനെ ഒന്ന് വിളിക്കൂ. ആ വിളി കേൾക്കാൻ അവിടുന്ന് കൂടെ ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെയുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു അക്ഷയ തൃതീയ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.